അങ്ങനെ ഒരു സെക്ഷൻ കഴിഞ്ഞു, അടുത്ത ടീം ഇതാ വരുന്നു. ആ ആനയ്ക്ക് 2 കുഞ്ഞുങ്ങളുണ്ടേ. അങ്ങനെ വന്ന് എടുത്തെത്തിയേ ഒരു കുട്ടിക്കൊമ്പനുണ്ട് മുന്നിൽ വരുന്നത്. അവിടെ സോപ്പിട്ട് കൊണ്ടുപോയിട്ട് അവിടെ ചങ്കലിച്ചിട്ടോ. ഹലോ ഗായ്സ്, ഇന്ന് നമ്മൾ എത്തിയിട്ടുള്ളത് സൗറായിലുള്ള എലിഫൻറ്റ് ബ്രീഡിങ് സെൻറ്ററിലാണ്. അപ്പോൾ പോകുമ്പോൾ ഇങ്ങനെ ഒരു നദിക്ക് മേലൊരു ബ്രിഡ്ജുണ്ട്, ഇത് കടന്നിട്ട് വേണം അങ്ങോട്ട് എത്താൻ. നമ്മൾ ആ ബ്രിഡ്ജ് കടന്നിട്ടാണ് ഇങ്ങോട്ട് എത്തി. ഇവിടെ എത്തിക്കഴിഞ്ഞാൽ വലിയ മരങ്ങളും നല്ല അടിപൊളി സ്ഥലം കേട്ടോ, നല്ല പച്ചപ്പ് നിറഞ്ഞ. നമ്മളിങ്ങനെ കയറി ചെല്ലണ വഴിക്കാണ് കേട്ടോ ടിക്കറ്റ് കൗണ്ടർ വരുന്നത്. ഇതൊക്കെ ചിത്വാ നാഷണൽ പാർക്കിൻ്റെ ഒരു പാർട്ടാണ്. ഇവിടെ ഒരു ചെറിയ ടെമ്പിൾ ഉണ്ട്. ഇവിടെയാണ് ടിക്കറ്റ് കൗണ്ടർ വരുന്നത്. ഇവിടുന്ന് വേണം നമ്മൾ ടിക്കറ്റ് എടുക്കാൻ. ഇങ്ങനെ ടിക്കറ്റ് എടുത്തു, 100 രൂപയാണ് വരുന്നത് നമ്മൾ ഇന്ത്യൻസിന്. പിന്നെ അതേപോലെ എലിഫൻറ്റ് ബ്രീഡിങ് സെൻറ്ററിലേ നിങ്ങൾ വരുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ടേ. ഇവിടെ ആനേൻ്റെ ഫോസിലും കാര്യങ്ങളൊക്കെ ഇട്ട് ഒരിതുണ്ട്. പിന്നെ നമ്മളെ എലിഫൻറ്റ് ബ്രീഡിങ് സെൻറ്ററിലേ ഇങ്ങനെ ഒരു ചെറിയൊരു മ്യൂസിയം ഉണ്ട്. ആനേൻ്റെ അസ്ഥിയും കാര്യങ്ങളൊക്കെ ഉണ്ട്, ഫോസില് കണ്ടോ. ആനേൻ്റെ പല്ലാട്ടത്. ഇതാണ് മ്യൂസിയത്തിൽ ആനേനെ കുറിച്ചിട്ടുള്ള എല്ലാ സംഭവങ്ങളും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ മ്യൂസിയം വരുന്നത് ടിക്കറ്റ് കൗണ്ടറിൻ്റെ തൊട്ടടുത്തുള്ള റൂമിലാണ്. അപ്പോൾ വരുന്നവർ ഇതൊന്ന് ശ്രദ്ധിക്കാം, ഇതും കൂടി വിസിറ്റ് ചെയ്ത് പോകാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഞാൻ ഇതിന് മുന്നൊരു വട്ടം വന്നിട്ടുണ്ടായിരുന്നു, ഞാൻ അത് ശ്രദ്ധിച്ചിട്ടില്ല. അപ്പോൾ ഇപ്പോഴാണ് ഞാൻ ശ്രദ്ധിക്കുന്നത്, അതാണ് ഇതും കൂടി വീഡിയോയിൽ ഉൾപ്പെടുത്തിയത്. അങ്ങനെ നമ്മൾ എലിഫൻറ്റ് ബ്രീഡിങ് സെൻറ്ററിൽ കയറിയിട്ടുണ്ടേ. ഇവിടുത്തെ കാഴ്ചയാണ്. അപ്പോൾ ഇവിടെ വരുന്നവർ എന്തായാലും ഇവിടെ ഒന്ന് വിസിറ്റ് ചെയ്യുക. ഇവിടെ ഒരുപാട് ആനയും കുട്ടികളൊക്കെ ഒന്നിച്ച് നിൽക്കണോ, കളിക്കുന്നതും ഭക്ഷണം കഴിക്കുന്നതൊക്കെ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ വേണ്ടി കഴിയും. അപ്പോൾ ചിത്വാ നാഷണൽ പാർക്കിൽ വരുന്നവർ എന്തായാലും എലിഫൻറ്റ് ബ്രീഡിങ് സെൻറ്റർ മിസ്സാക്കാതെ വന്ന് കാണണം. പല പ്രായത്തിലുള്ള ആനക്കുട്ടികളുണ്ട് കേട്ടോ ഇവിടെ. ഞാൻ ഇതിൻ്റെ മുന്നേ ഒരു വട്ടം ഇവിടെ വന്നിട്ടുണ്ട്. പക്ഷെ ഇന്ന് ആന കുറവുണ്ട്, എല്ലാം തീറ്റിക്കാനൊക്കെ പോയിട്ട് പോയതാ തോന്നുന്നു. സാധാരണ ഇതിൽ കൂടുതൽ ആന ഉണ്ടാവലുണ്ട്. ആനക്കുട്ടി പാല് കുടിക്കണേ. രാവിലത്തെ ഭക്ഷണ കുറേ നേരമാണ് കേട്ടോ പാല് കുടി തുടങ്ങിയിട്ട്. ഇങ്ങനെ ആശാൻ്റെ പാലുടി കഴിഞ്ഞിട്ട് ആശ അവിടെ കിടന്നു കേട്ടോ.
ക്ഷീണായി. ഇവിടെ എല്ലാം ഒഴിഞ്ഞെടുക്കാണ്. ഒത്തിരി ആനകളെ കുറവുണ്ട്. തീറ്റിച്ചാൻ കൊണ്ടുപോയതാന്ന് തോന്നുന്നു കേട്ടോ. ആളവിടെ നിന്ന് അതാ വരുന്നു, കണ്ടോ? ഇതിലൊക്കെ ആനകളാണ്. ആനനെ തീറ്റിച്ചാൻ കൊണ്ടുപോയതാ. അവിടുന്ന് വരുന്നുണ്ട് കേട്ടോ, പുല്ലൊക്കെ ആയിട്ട്. ഇതട്ടോ, അവിടുന്ന് പുല്ലൊക്കെ എടുത്തിട്ട് ആനകളെ കണ്ട് വരുന്നുണ്ടേ. രാവിലെ വരണേ, ഇങ്ങനെയുള്ള കാഴ്ചകളൊക്കെ രാവിലെ വന്നാലേ കാണാൻ കഴിയുള്ളൂ. പിന്നെ സന്ദർശന ടൈം രാവിലെയും വൈകിട്ടുമാണ് കേട്ടോ ഉള്ളത്. അല്ലാത്ത ടൈമിൽ കാണാൻ കഴിയില്ല. അങ്ങനെ വന്ന് എടുത്തെത്തിയ ഒരു കുട്ടിക്കൊമ്പൻ്റെ മുന്നിൽ വരുന്നത്. അങ്ങനെ ആൾക്കാരൊക്കെ അടുത്തെത്തിയ അവർക്ക് രാവിലെ കഴിക്കാനുള്ള ഫുഡായിട്ട് വരികയാണേ. പിന്നെ വന്നു അവരിതാ പോണേ. ഇതൊക്കെ ഉണ്ടോ, ചെറിയൊരാളുണ്ട്. അവർക്ക് കഴിക്കാൻ വേണ്ടിയിട്ടുള്ള പുല്ലൊക്കെയാണ്. പുല്ലൊക്കെ ഒരു താഴെ ഇറക്കുകയാണ്. പിന്നെ എലിഫന്റ് ബ്രീഡിങ് സെന്ററിലേക്ക് വരുന്നവരെ രാവിലെ വരാൻ ശ്രദ്ധിക്കട്ടോ. വൈകിട്ടൊക്കെ ആകുമ്പോൾ കൂടുതൽ ആളും തിരക്കൊക്കെയാണ്. രാവിലെ ആകുമ്പോൾ നമുക്ക് ഇങ്ങനെയുള്ള കാഴ്ചകളൊക്കെ കാണാൻ വേണ്ടി കഴിയും. ഞാൻ വൈകിട്ട് വന്നിട്ടുണ്ട്, അതാണ് പറയുന്നത്. ഇനി കഴിക്കാനുള്ള ഫുഡും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ ഭക്ഷണമൊക്കെ അവർക്ക് കഴിക്കാൻ വേണ്ടി കൊടുക്കുന്ന ഭക്ഷണമൊക്കെ ഇവിടെ ഇറക്കി വെച്ച് ഇനി ഇതാ തറി കയറാൻ പോകണേ. അപ്പോൾ ആനക്കുട്ടീൻ്റെ പേര് ചോദിച്ചേ, വിജയ് എന്നാട്ടാ പറഞ്ഞ. ഇവിടെ ഇതിന് മുന്നേ വന്നപ്പോൾ ഒരു ആനയും കുട്ടി ഉണ്ടായിരുന്നേ. പിന്നെ ശബ്ദമൊക്കെ ഉണ്ടാക്കുന്നുണ്ടല്ല. ഇത് പണി നടക്കാതെ തോന്നുന്നു കേട്ടോ. ഞാൻ വന്നേ ഇതിങ്ങനെ ആയിരുന്നില്ല, നോർമലായിട്ടായിരുന്നു. ഇപ്പോൾ പണി നടക്കുക, അതിന് മേൽക്കൂരൊക്കെ ഒഴിവാക്കി കാണാൻ്റെ. ആൾക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട് ആനോട് ഇരുന്ന് കൊടുത്തേ. വിജയ് മോനാണ് ആ നിൽക്കുന്നത്. പിന്നെ നമ്മുടെ നാട്ടിൽ പോരുന്നില്ല കേട്ടോ. ഇവിടെ ചങ്ങലൊന്നും ഇല്ലാതെയാണ് ഇവർ ആനനെ കൊണ്ടെടുക്കുന്നത്. ഫോറസ്റ്റ് ആന ആയതുകൊണ്ടായിരിക്കാം. ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ചങ്ങലിട്ടുണ്ട് കേട്ടോ. ഇതുവരെ ഫ്രീ ആയിട്ട് നാട്ടെ അമര എവിടെയും ബന്ധിപ്പിക്കാതെയായിരുന്നു ഇതുവരെ കൊണ്ടുവരുന്നത്. പുല്ലൊക്കെ കെട്ടിയിട്ടാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ, ഒരു പ്രത്യേക തരത്തില്. ഇപ്പൊ ചിത്വാനിൽ വരുന്നവരെ എന്തായാലും ഇവിടെ വന്നിട്ടൊന്ന് വിസിറ്റ് ചെയ്യണേ. പിന്നെ അതേപോലെ ഇവിടെ ഒരു വലിയ കൊമ്പുണ്ട്. ആ കൊമ്പൻ്റെ പേര് റൊണാൾഡോ. ഇവിടെ ഒരു വലിയ കൊമ്പുണ്ട്. ആ കൊമ്പൻ്റെ പേരാണ് റൊണാൾഡോ. പിന്നെ എല്ലാ ആനയ്ക്കും ഒരു പേരുണ്ട് കേട്ടോ, എല്ലാത്തിനൊന്നും അറിഞ്ഞൂടാ. ഇപ്പം റൊണാൾഡോ കാട്ടിൽ പോയതാന്ന് പറഞ്ഞു. ഇതേപോലെ വരുമെന്ന് വിചാരിക്കുക. ഫുഡൊക്കെ ഇതിന് വേണ്ട തീറ്റപ്പുല്ലിനോ പട്ടച്ചോ എന്തിനെങ്കിലൊക്കെ വേണ്ടിയിട്ടാവും പോയിട്ടുണ്ടാവുക. പക്ഷെ ഇവിടെ പട്ട കൊടുക്കുന്നത് കണ്ടിട്ടില്ല. ഇവിടെ അധികം പുല്ലാട്ടോ, തീറ്റപ്പുല്ലാണ് ഇവർ ആനയ്ക്ക് കൊടുക്കണേ.
ഇതൊക്കെ ഉണ്ടോ? അവിടെ നിന്ന് ഒരു അമ്മയും മോനും വരുന്നുണ്ട്. ഇങ്ങനെയുള്ള കാഴ്ച കാണണമെങ്കിൽ രാവിലെ വരണേ, അല്ല പിന്നെ കാണാൻ കഴിയില്ല. വൈകിട്ടാകുമ്പോൾ ഇവിടെയൊക്കെ ഭയങ്കര തിരക്കും കാര്യങ്ങളാണ്. പിന്നെ അതേപോലെ ഞാനതിന് പുറത്തൊന്നും ഇറക്കണ കണ്ടിട്ടില്ല. അപ്പം അങ്ങനെ എടുത്ത് നിന്ന് നല്ല സുഖത്തിൽ കാണാൻ വേണ്ടിയിട്ട് നമുക്ക് കഴിയട്ടോ. അങ്ങനെ ഒരു സെക്ഷൻ കഴിഞ്ഞു, അടുത്ത ടീം ഇതാ വരുന്നു. ആ ആനയ്ക്ക് 2 കുഞ്ഞുങ്ങളുണ്ടേ. ഈ എലിഫന്റ് ബ്രീഡിംഗ് സെന്ററിൽ ഏറ്റവും പ്രായം കുറഞ്ഞ ആനക്കുട്ടിയാണ് ആ വരുന്നത്. ബാക്കിയുള്ളൊക്കെ അതിലേറെ പ്രായമുണ്ട്. ഏറ്റവും ചെറിയ ചില്ലറ പൈസയാണ് ആ വരുന്നത്. ഇന്ന് രാവിലെ വന്നുകൊണ്ട് ഇങ്ങനെ തൊട്ടടുത്ത് ആനേനെ കാണാൻ വേണ്ടിയിട്ട് ഒരവസരം കിട്ടിയ. റൊണാൾഡോയ്ക്ക് കുറെ ആരാധകരുണ്ട് കേട്ടോ. റൊണാൾഡോ എവിടെയാന്ന് ചോദിക്കണ്ടേ. കാട്ടു പോയതാണ്, ഇപ്പൊ വരുന്നവര് പറയുന്നുണ്ട് കേട്ടോ. ആനക്കുട്ടി പാല് കുടിക്കട്ടോ. പുല്ലൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ആനേനെ അവിടെ ഇരുത്തിട്ടോ. ഇങ്ങനെ ഞാൻ നിന്നിരുന്നോട്ട് ആന കയറി വന്നു. ആന ആശീർവാദം കൊടുക്കണ്ടേ. ഇപ്പൊ ആനന്റെ തൊട്ടടുത്ത് നിന്നിട്ടാണ് ഈ വീഡിയോയും കാര്യങ്ങളൊക്കെ എടുക്കണേ. ആനക്കുട്ടി ഇതാ ഇവിടുന്ന് ഓടിച്ച് കൊണ്ടുപോണ്ട് കേട്ടോ പാപ്പാനെ. ഇവിടെ ആനനെ തൊടാനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ ആഗ്രഹങ്ങളൊക്കെ ഇവർ നടത്തി തരുന്നുണ്ട് കേട്ടോ. ഈ ഫാമിലി ആശീർവാദം വാങ്ങുക, അതേപോലെ ആനേനെ പോയിട്ട് തൊടുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നേ. ആശീർവാദം കൊടുക്കാനൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ആശീർവാദം കൊടുക്കാൻ പറയണ്ടേ. പരിപാടികൾ കൊള്ളട്ടാ. ഞാനതിനെ തൊട്ടടുത്തുനിന്ന് കാണാനും ഫോട്ടോ എടുക്കാനും പിന്നെ അതേപോലെ ടച്ച് ചെയ്യാനൊക്കെ വേണ്ടിയിട്ടുള്ള അവസരം ഇവിടുന്ന് കിട്ടണ്ടേ. അങ്ങനെ ഞാൻ പറഞ്ഞല്ലോ, ഇവിടെയുള്ള ആനകളൊക്കെ തീറ്റിക്കാൻ പോയതാണ്. അങ്ങനെ ഓരോ ആൾക്കാർ വന്നിട്ടോ. വാടാ ഇങ്ങോട്ട് വാടാ, ധൈര്യം ഉണ്ടെങ്കിൽ ഇങ്ങോട്ട് വാടാ. ആനേൻ്റെയും കുട്ടീൻ്റെ സ്പേസ് ഇതാണ്. അതേപോലെ അവിടെ ഒരു ആന ഉണ്ടാവുന്നുണ്ട് കേട്ടോ.
ആളിത് അതിർത്തി വിട്ടിട്ട് ദോസ്തിനെ കാണാൻ പോവാ. അതാ പോണേ. എവിടെ എത്തിട്ടോ എൻ്റെ സുഹൃത്തിനെ കണ്ട് എന്തൊക്കെയോ കാര്യങ്ങൾ പറയണേ. ഒരാളെ ചങ്ങലച്ചിട്ടാണ്. കുട്ടി ഇങ്ങോട്ട് വന്നോണ്ട് തള്ള കുട്ടീനെ കൊണ്ടുപോകാൻ വേണ്ടി വന്നിട്ടോ. അത് ആനക്കുട്ടീനെ കേട്ടോ കെട്ടിരുന്ന. തള്ളാനാൾക്കൊക്കെ നല്ല അനുസരണുണ്ട്. ആനക്കുട്ടീനെ കേട്ടോ ഞാൻ ടച്ച് ചെയ്ത് ഞാൻ ഷെയ്ക്കൻ്റെ കൊടുത്ത ആൾക്ക്. ഇനി 1-2 ആനകളും കൂടി വരാണ്ട്. ഒരു കാട്ടിൽ രാവിലെ തീറ്റ എടുക്കാൻ വേണ്ടി പോയതാണ്. ഒരു വലിയ കൊമ്പുണ്ട്, റൊണാൾഡോ എന്നാണ് പേര്. ആളെത്തിയിട്ടില്ല. അപ്പോൾ ആൾക്ക് വേണ്ടിയിട്ടുള്ള വെയിറ്റിങ്ങിലാണ്. ആളെത്തിയിട്ട് ആളെ കാണിച്ചു തരാം കേട്ടോ. ഇനി 1-2 ആൾക്കാർ വരാണ്ട്. അവർക്കുള്ള വെയിറ്റിങ്ങിലാണ്. അപ്പോൾ ചിത്തുവാനിൽ വരികയാണെങ്കിൽ എന്തായാലും മസ്റ്റായിട്ടും ഈ എലിഫൻറ്റ് ബ്രീഡിങ് സെൻറ്റർ നിങ്ങളൊന്ന് വിസിറ്റ് ചെയ്യണേ. അതെന്തൊരു ഒരു വലിയ നഷ്ടമായി പോകും. പിന്നെ ഏറ്റവും ബെറ്റർ ടൈം വൈകിട്ട് വരുന്നതിനെക്കാട്ടും നല്ലത് രാവിലെ വരുന്നതാണ്. കാരണം ഇങ്ങനെ ആനനെ തൊട്ടടുത്തുനിന്ന് കാണാൻ വേണ്ടിയിട്ടും എല്ലാവരും കഴിയും. വൈകിട്ട് ഞാൻ വന്നപ്പോൾ ഇതേപോലെ നമുക്ക് ഞാൻ ഇപ്പോൾ ഈ നിൽക്കുന്ന സ്ഥലത്ത് നിന്നിട്ട് പോലും ഫോട്ടോ എടുക്കാനോ വീഡിയോ എടുക്കാനൊന്നും പറ്റിയിരുന്നില്ല. കാരണം വലിയ തിരക്കും കാര്യങ്ങളാണ്. അപ്പോൾ അതിൻ്റെ ബുദ്ധിമുട്ടുണ്ടായിരുന്നേ. ഇപ്പോൾ നല്ല അടിപൊളിയാണ്, സെറ്റാ. എല്ലാവരും രാവിലെ വരാൻ ശ്രദ്ധിക്കുക ഗൈസ്. അങ്ങനെ അടുത്ത ടീം വരുന്നുണ്ട് കേട്ടോ. റൊണാൾഡോനെ കാണാനില്ല. ഒരു ഫുഡൊക്കെ എടുത്ത് വരിക. കൂടെ ഒരു കുട്ടിക്കൊമ്പനി കാണാണ്ടേ കൂട്ടത്തിൽ. 2 വലിയ പിടിയാനയും പിന്നെ ഒരു ചെറിയൊരു ആനക്കുഞ്ഞിയും കാണാണ്ട്. കുറച്ചു നേരം കൂടി വെയിറ്റ് ചെയ്ത് ഇവിടുത്തെ വലിയ കൊമ്പനായിട്ടുള്ള റൊണാൾഡോ വരുമെന്ന് വിചാരിക്കുന്നു. നമുക്ക് അവന് വേണ്ടിയിട്ട് കുറച്ചു നേരം കൂടി വെയിറ്റ് ചെയ്ത് നോക്കാം. കുറേ ദൂരത്തു നിന്നാണ് വരുന്നത്. സൂം ചെയ്തിട്ട് എടുക്കുകയാണ്. വരവ് 1.5 വരവാ. കായൊക്കെ കാണിച്ചിട്ട് വരുന്നത്. അങ്ങനെ ഇവർ എത്തിട്ടോ. ഇവരിതങ്ങനെ നേരെ പോണ്ടേ. ഒരാനത ഇങ്ങനെ വരുന്നത്. അങ്ങനെ ഇപ്പോൾ വന്ന ആനക്കുട്ടിയാണ്. അവൻ ക്ഷീണം മാറ്റാൻ വേണ്ടി പാലിട്ട് തുടങ്ങിയേ. പുല്ലൊക്കെ അവൻ്റെ മേലെക്കൂടെയൊക്കെ ഇടുന്നത്. എന്നാലും ആളെ പരിപാടി ഭംഗിയായിട്ട് എടുക്കുന്നുണ്ട്. ഈ വീഡിയോ ഒക്കെ ഞാൻ തൊട്ടടുത്ത് നിന്നിട്ടാട്ടോ എടുക്കണേ. ഇങ്ങനെ ഓരോ ആൾക്കാരായിട്ട് അവിടെ
ഇവിടെ എത്തിക്കഴിഞ്ഞു കേട്ടോ. ഇനി കുറച്ച് പേരും കൂടി വരാണ്ടേ, 1-2 പേരും കൂടി, അവർക്കുള്ള വെയിറ്റിങ്ങിലാണ്. എല്ലാവരും വന്നു കളി തുടങ്ങിട്ടോ. മണ്ണൊക്കെ വാരിട്ട് പുല്ലൊക്കെ തലയിലിട്ട്. ഈ ആന വന്നപ്പോൾ മാത്രം അവിടെ നിന്ന് മാറിക്കാൻ പറഞ്ഞേ. ഇത് കുറച്ച് കുറുമ്പുള്ള പിടിയാനാ തോന്നുന്നു. അപ്പുറത്ത് ഇതാ വേറൊരു അമ്മാനി കുട്ടി. കോഴീനൊക്കെ ഓടിച്ച് നിൽക്കുക. കോഴി എടുത്ത് ചെല്ലുമ്പോൾ ഓടിക്കണ്ടേ. ഇത് വല്ലുമ്മൻ. പിന്നെ വരുന്നവരൊക്കെ ശ്രദ്ധിക്കട്ടോ. ഈ വേലിയുണ്ടല്ലോ, ഇത് നമുക്കിങ്ങനെ പാസ് ചെയ്യാനുള്ള നടപ്പാതെയാണ്. ഇവിടെയൊക്കെ നിന്നിട്ട് നമുക്ക് വീഡിയോയും കാര്യങ്ങളൊക്കെ എടുക്കാൻ വേണ്ടി കഴിയും. ഇതിനപ്പുറത്തേക്ക് അങ്ങോട്ട് കടന്ന് ചെന്നിട്ട് വീഡിയോ എടുക്കാതിരിക്കുക. ഒന്നാമത് ഇവർ സമ്മതിച്ചില്ല, കണ്ടു കഴിഞ്ഞാൽ ആട്ടി വിടും. പിന്നെ ഒന്നാമത് ഡേഞ്ചറാണ്. പിന്നെ ഞാൻ ആനനെ ടച്ച് ചെയ്തിരുന്നോ എല്ലാം അവർ പാപ്പന്മാർ കൂടെ ഉള്ള ടൈമിലാണ് അവരോട് ചോദിച്ച് സമ്മതമൊക്കെ വാങ്ങിയിട്ടാണ് ചെയ്തിരുന്നത്. അപ്പോൾ വരുന്നവരെല്ലാവരും അത് ശ്രദ്ധിക്കുക. പിന്നെ ഓരോ ആനകൾ ഓരോ പോലെയാണ്. പിന്നെ ഞാനവിടെ നിൽക്കുമ്പോൾ തന്നെ ഒരു ആന വന്നപ്പോൾ മാത്രം അവിടുന്ന് മാറി നിൽക്കാൻ പറഞ്ഞു. അല്ലാത്ത ആനയ്ക്കൊന്നും കുഴപ്പമില്ല, വഴിയിൽ നിന്ന് മാറി നിന്നിരുന്നു. കുറച്ചും കൂടി മാറി നിൽക്കാൻ പറഞ്ഞു. അപ്പോൾ ശ്രദ്ധിക്കാം, ഒരു അപകടം നമ്മളായിട്ട് വിളിച്ചു വരുത്താൻ പാടില്ലല്ലോ. ഒരു കുട്ടിക്കൊമ്പനുണ്ടേ, പാപ്പാനെത്തി കളിച്ച് നിൽക്കണേ. ആളെ കണ്ടോ? ഉണ്ടോ? അവിടെ സോപ്പിട്ട് കൊണ്ടുപോയിട്ട് അവിടെ ചങ്കലിച്ചിട്ടോ. നല്ല രസമാണ്. ഞാൻ 6:30 ആയപ്പോൾ വന്നാണ്. ഇപ്പോൾ ഇവിടുന്ന് പോകാനും തോന്നുന്നില്ല. ഒരാളെന്താ ചങ്ങലിച്ചിട്ട് എൻ്റെ വിഷമത്തിലേക്കണ്. അങ്ങനെ മെല്ലെ സോപ്പിട്ട് കൊണ്ടുപോയിട്ട് പാപ്പാനോടെ ചങ്ങലിച്ചിട്ട് ആള് മൂഡ് ഓഫായി നിൽക്കുക. ഈ എലിഫൻറ്റ് ബ്രീഡിംഗ് സെൻ്ററിലേ 9 പിടിയാണ് കേട്ടോ ഉള്ളത്. പിന്നെ ഇതേപോലെ തള്ളയ്ക്കൊപ്പം നിൽക്കുന്ന കുട്ടിയാനകൾ 6 3 പിടിയാനയ്ക്ക് മാത്രമാണ് ഇപ്പം നിലവിൽ കുട്ടികളില്ലാത്തത്. ബാക്കി എല്ലാ ആനേൻ്റെ ഒപ്പം ആനക്കുട്ടികളെ കാണാൻ വേണ്ടി കഴിയും കേട്ടോ. കണ്ട പിടിച്ച് വീട്ടിൽ കൊണ്ടുപോകാനൊക്കെ തോന്നും. അങ്ങനത്തെ നല്ല രസമുള്ള നല്ല ആനക്കുട്ടികളുണ്ടേ. ഇവിടെ വന്നു കഴിഞ്ഞാൽ സമയം പോകുന്നത് അതറിയില്ല. ഓരോ ആനയും ഓരോ മൂഡിലോട്ടാ നിൽക്കുന്നത്. അപ്പോൾ ആദ്യം ഉറക്കത്തിലൊക്കെ നിൽക്കണ പോലെയൊക്കെ തോന്നുന്നുണ്ട് ഈ ആനനെ കണ്ട.
പിന്നെ ഒരു വലിയ കൊമ്പുണ്ട്, ആൾക്കുള്ള വെയിറ്റിങ്ങിലാണ്. ആൾ ഇതുവരെയായിട്ട് എത്തിയിട്ടില്ല. ഇതൊരു കുട്ടി കൊമ്പനാണ്. ഇതുവരെ ഇത്രേ ഉള്ളൂ കേട്ടോ. ഇനി ആ വലിയ കൊമ്പനും കൂടി വന്നാൽ അതിനെയും കൂടി ഞാൻ കാണിക്കേ. ആളിതുവരെയായിട്ട് എത്തിയിട്ടില്ല. ഇപ്പോൾ വരുമെന്ന് പറഞ്ഞു. ഞാനെൻ്റെ അടുത്തേ മൈനിങ് അതേപോലെ കോഴിയൊക്കെ ഉണ്ടേ. ഐറ്റങ്ങളൊന്നും ആനക്കുട്ടിക്ക് ഇഷ്ടപ്പെടുന്നില്ല. ആനക്കുട്ടി അതിനൊക്കെ ഓടിക്കുന്നുണ്ട്. ഇയാൾ കുറേ നേരമാണ് കേട്ടോ. ആൾക്ക് പാൽ കുടിക്കണം, അതിനാണ്. ചങ്ങലച്ചിട്ടുകൊണ്ട് അങ്ങോട്ട് എത്തുന്നില്ല. നമുക്ക് ദേഷ്യം വരണ്ട ഇടയ്ക്ക്. കൊമ്പനെ കണ്ടോ? കൊമ്പൻകുട്ടി കൊമ്പൻകുട്ടി നല്ല വാഴ്ചയൊക്കെ കാണാണ്ട് ആൾക്ക്. തുളന്നില്ലാത്ത നല്ല ചെവിയാ. ഒരാളിത് ഇവിടെ പാല് കിട്ടാട്ട് കുറുമ്പ് പിടിച്ചിട്ട് നിൽക്കണേ. അവിടെ കിടന്നു, രക്ഷയില്ലാന്ന് കണ്ടപ്പോ. നിങ്ങൾ എന്തൊക്കെയോ വിചാരിച്ചിട്ടുണ്ട്, ഒന്നും നടക്കണില്ല. അതിൻ്റെ ദേഷ്യം കാണിക്കുക. കിടന്നിട്ടോളെ. കിടന്നിട്ടാണെങ്കിൽ കിടത്തോണ്ട് ശരിയാവണില്ല. കിടത്തൊക്കെ അവസാനിപ്പിച്ച ആള് പിന്നെ എണീറ്റിട്ടോ. കുറുമ്പ് കാട്ടുക. എന്തോ ആള് വിചാരിച്ചിട്ടുണ്ട്, അതെന്റെ നടക്കണില്ല. ദേഷ്യപ്പെട്ടൊക്കെ ഉണ്ട്. പിന്നെയും കിടക്കും, പിന്നെയും എണീക്കും. ഇതന്നെ പരിപാടി. ആശാനെ എങ്ങനെ കിടന്നിട്ടുണ്ട് ശരിയാവണില്ല. കുറുമ്പൻ കണ്ടോ? അങ്ങനെ ദേഷ്യം വരണ്ടേ. എണീറ്റ് പിന്നെ ചങ്ങലൊക്കെ പിടിച്ച് ഇളക്കി പറിക്കാനൊക്കെ നോക്കണ്ടേ. പിന്നെ ഇവിടെ കണ്ടയിലേ ഞാനെച്ച നല്ല വയറ് തോന്നിക്കണ്ടേ. ഞാൻ പ്രഗ്നൻ്റ് ആണോ എന്നൊരു സംശയമുണ്ട്. നന്നായിട്ട് വയറ് തോന്നിക്കുന്നുണ്ട്. പിന്നെ ഈ ആനനെ കാട്ടിൽ കൊണ്ടുപോയിട്ടില്ല കണ്ടോ. അടുത്തെങ്കിലും ചോദിച്ചു നോക്കണം. ഇവിടെ ഈ ആള് എൻ്റെ അമ്മേൻ്റെ അടുത്ത് പോകാൻ നോക്കുകയാണ്. പാല് കുടിക്കണം അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആവശ്യങ്ങളുണ്ടാവും. ആ തള്ളാനെ മനസ്സിലാക്കി എൻ്റെ അടുത്ത് ചെന്ന് കൊടുത്തിട്ടാ പാല് കുടിക്കാനാ. അപ്പോൾ ആളെ ചോദിക്കായിരുന്നു ഇതുവരെ. കണ്ടോ എന്താല്ലേ. കുറേ നേരമായി ആളിങ്ങനെ കാട്ടലൊടിങ്ങിയില്ല. ഇതിന് തള്ളാനെ എടുത്ത് ചെന്ന് കൊടുത്തു പാല് കുടിക്കാനാന്ന് മനസ്സിലാക്കിയിട്ട്. അപ്പോൾ ആള് പാലുടി തുടങ്ങിയിട്ടുണ്ടേ. അതേപോലെ ഇവിടെ ഇതട്ടോ, ഇവിടെ വിളിക്കണ്ടേ പാല് താ അമ്മേ പാല് താ അമ്മേ പറഞ്ഞിട്ട്.
ഇവിടെ വന്നാൽ പിന്നെ പോകാൻ തോന്നില്ല. ഇന്ന ഒരാൾ പുറത്ത് വെയിറ്റ് ചെയ്തുകൊണ്ട് ഇരിക്കണ്ടേ, പക്ഷെ അത് പറഞ്ഞിട്ട് കാര്യമില്ല. വേഗം വരാമെന്ന് പറഞ്ഞിട്ട് വന്നതാ, പക്ഷെ ഇവിടുന്ന് പോകാൻ തോന്നുന്നില്ല. അവിടെ ഇതാ ഒരാൾ പാല് ചോദിക്കണ്ടേ. അവനെ ചങ്ങലിച്ചിട്ടുകൊണ്ട് അങ്ങോട്ട് എത്തണില്ല പാല് കുടിക്കാൻ വേണ്ടിയിട്ട്. പാവട്ടോ, പാലുടി തുടങ്ങി. അപ്പോഴേ ഞാനിവിടെ വന്നിട്ട് 2-2.5 മണിക്കൂറായേ. ഇന്നൊരാൾ പുറത്ത് വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഞാൻ പെട്ടെന്ന് പോയി വരാനിട്ട് വന്നതാ. ഇവിടെ വന്നാൽ പിന്നെ പോകാനും തോന്നുന്നില്ല. എനിക്കവൻ ചെറിയ ആനപ്രാന്തുള്ള. അപ്പോൾ റൊണാൾഡോ കണ്ടിട്ട് വലിയ കൊമ്പുണ്ട്, അതിനുള്ള വെയിറ്റിങ്ങിലായിരുന്നു. അവളെ കാണാനില്ല. പിന്നെ അതിന് മുന്നേ വന്നിട്ടുണ്ട്, അപ്പോൾ ആ വീഡിയോ ക്ലിപ്പ് എടുത്തിട്ടുണ്ട് അന്നത്തെ. അപ്പോൾ അത് ഇതിൽ ആഡ് ചെയ്തിട്ട് ആളെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ശരി, അപ്പോൾ വേറൊരു വ്ളോഗിൽ കാണാം. പിന്നെ ഈ ആനയ്ക്ക് വാലില്ല, വാലൊക്കെ മുറിഞ്ഞു പോയണു. കൊമ്പന് ഇപ്പൊ തിരിഞ്ഞപ്പോഴേ കാണുന്നു. ഞാൻ രാവിലെ നേരത്തെ വന്നുകൊണ്ട് തിരക്ക് കുറവായിരുന്നേ, 1-2 പേരുണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ തിരക്കായേ. വരുന്നവർ നേരത്തെ വരിക. അപ്പം നമുക്ക് അടുത്തൊരു ബ്ലോഗ് കാണാം. ഓക്കെ, ബായ്.